കേസ് പ്രതി ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് വൻ വാർത്തയാവുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജൂലൈ 25 പുലർച്ചെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത്. അതീവ സുരക്ഷാ മേഖലയായ 10ാം ബ്ലോക്കിലാണ് ഗോവിന്ദസ്വാമി ഉണ്ടായിരുന്നത്. 10ാം ബ്ലോക്കിൽ നിന്ന് ഷാൾ ഉപയോഗിച്ച രണ്ടാമത്തെ മതിലിലേക്ക് കുറുക്കിട്ടാണ് ഗോവിന്ദസ്വാമി പുറത്തു കടന്നത്. അതേസമയം ജയിൽ ചാടി മണിക്കൂറുകൾക്കകം കണ്ണൂർ നഗരത്തിൽ നിന്നും ഗോവിന്ദസ്വാമിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. സംസ്ഥാനത്ത് ജയിൽ ചാട്ട സംഭവങ്ങൾ പുതുമയുള്ള കാര്യമല്ല. 2013-ലും 2019-ലും ഒക്കെയായി സമാന തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ കേരളത്തിലെ ജയിൽ ചാട്ടങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. റിപ്പർ ജയാനന്ദൻ 2013 ജൂലൈ 9-നാണ് കുപ്രസിദ്ധ കുറ്റവാളിയായ റിപ്പർ ജയാനന്ദൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് 2013 സെപ്റ്റംബറിൽ തൃശൂരിൽ നിന്ന് ഇയാളെ പിടികൂടി. 2009-ൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇയാൾ സമാനമായ രീതിയിൽ രക്ഷപ്പെട്ടിരുന്നു. 2007-ൽ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തി. ഊപ്പ പ്രകാശ് റിപ്പർ ജയാനന്ദനോടൊപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് ഊപ്പ പ്രകാശ്. മോഷണ കേസിൽ തടവിലായിരുന്ന ഇയാളെ പിന്നീട് കൊല്ലത്ത് നിന്ന് പിടികൂടി. സന്ധിയും ശില്പയും 2019 ജൂൺ 28-നാണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് സന്ധിയും ശില്പയും മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ തടവുകാരുടെ ജയിൽ ചാട്ടമായിരുന്നു ഇത്. പിന്നീട് ഇവരെ പിടികൂടി. അടുത്തതായി ബാലമുരുകൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള കുപ്രസിദ്ധ കുറ്റവാളിയായ ബാലമുരുകൻ 2024 മെയ് 18-ന് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 53ഓളം മോഷണ കൊലപാതക കേസുകളിൽ പ്രതിയായ ഇയാളെ പിന്നീട് പിടികൂടി. അടുത്തതായി മുഹമ്മദ് സവാദ്. കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് 2024 ഡിസംബർ 10-നാണ് മോഷണ കേസിൽ പ്രതിയായ TK മുഹമ്മദ് സവാദ് രക്ഷപ്പെട്ടത്. ജയിലിന്റെ മേൽക്കൂരയിലെ ഓടുകൾ പൊളിച്ച് മതിൽ ചാടിക്കടന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. 2020-ൽ മാത്രം കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരുടെ വിവരങ്ങൾ. മലായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 2020 മാർച്ച് 4-നാണ് രക്ഷപ്പെടുന്നത്. ഹുസൈൻ എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് 2020 മാർച്ച് 12-ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രഹ്ലാദൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 2020 ഏപ്രിൽ 2-ന് രക്ഷപ്പെട്ടു. സൈനുദ്ദീൻ ഷാജി കണ്ണൂർ ജില്ലാ ജയിലിൽ നിന്നും 2020 ജൂൺ 9-നാണ് 20-ൽ രക്ഷപ്പെടുന്നത്. വാസുദേവൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും 2020 ഓഗസ്റ്റ് 31-ന് രക്ഷപ്പെടുകയായിരുന്നു.